PK ലേണിങ്സിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. നമ്മളിന്ന് പഠിക്കുന്നത് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്ന പുതിയൊരു സബ്ജക്റ്റാണ്. ഭാരതീയ ന്യായ സംഹിത അല്ലെങ്കിൽ പഴയ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ, അതിലാണ് നമ്മൾ ഭാരതീയ ന്യായ സംഹിത 2023 ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ CPOയുടെ സ്പെഷ്യൽ ടോപ്പിക്കാണ്. ആദ്യത്തെ പാർട്ട് കുറച്ച് ഡെഫിനിഷൻസ് ആണ്. ഡെഫിനിഷൻസ് പാർട്ടും ഇത് വളരെ പെട്ടെന്ന് തീരുന്ന ഒരു സബ്ജക്റ്റ് കൂടിയാണ്. എന്തൊക്കെയാണ്? കാരണം നമ്മൾ BNS കണ്ട ആൾക്കാരാണ്, ഭാരതീയ ന്യായ സംഹിത കണ്ട ആൾക്കാരാണ്. അപ്പോൾ BNSൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ? BNSൻ്റെ പ്രത്യേകത അതിൽ എന്ത് പ്രവൃത്തികളാണ്, എന്ത് ആക്റ്റുകളാണ് ഒഫൻസായിട്ട് മാറുന്നത് എന്നാണ് നമ്മളവിടെ പഠിച്ചത്. ഓക്കെ, പീനൽ ലോ ആണ്. ഓക്കെ, എന്തൊക്കെ തരത്തിലുള്ള പ്രവൃത്തികളും പ്രവൃത്തി ഇല്ലായ്മകളുമാണ് കുറ്റകൃത്യങ്ങളാകുന്നത്, ആ കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷകൾ എന്താണ് എന്ന് മാത്രമേ നമ്മൾ എവിടെ പഠിച്ചുള്ളൂ, നമ്മൾ BNSൽ കണ്ടിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ കുറ്റവും അതിൻ്റെ ശിക്ഷകളും കണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് കുറ്റം ചെയ്ത ഒരാൾക്ക് എങ്ങനെയാണ് നമ്മൾ ഈ ശിക്ഷ കൊടുക്കുന്നത്, കുറ്റം ചെയ്ത ഒരാൾക്ക് എങ്ങനെയാണ് ഈ ശിക്ഷ കൊടുക്കുന്നത് എന്ന് പറയുന്ന പാർട്ടാണ്. അതാണ് പ്രൊസീജിയർ കോഡാണ്. പ്രൊസീജിയർ എന്ത് ചെയ്താലും, എന്ത് പ്രവൃത്തി ചെയ്താലും, അങ്ങനെ ഒരു കുറ്റം ചെയ്ത ഒരാളെ അങ്ങനെ ചുമ്മാതെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അയാളെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് അവിടെ കൃത്യമായിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉണ്ടായിരിക്കണം. അപ്പോൾ കൃത്യമായി കുറ്റം ചെയ്ത ഒരാളെ, ആ വ്യക്തിയെ നമ്മൾ കോടതിയുടെ മുന്നിൽ എത്തിച്ച് കോടതി എന്ത് ചെയ്യണം? അയാളുടെ മേലിൽ കുറ്റമറ്റതായിട്ട് അല്ലെങ്കിൽ ഒരു സംശയവും ഇല്ലാതെ ആ കുറ്റം തെളിയിപ്പിച്ച് അങ്ങനെ വേണം അയാൾക്ക് ശിക്ഷ കൊടുക്കാൻ. സോ ആ പ്രൊസീജിയറുകളെ കുറിച്ച് പറയുന്ന നിയമമാണ് നമ്മളുടെ ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്നത്. ഇതിൽ നിന്നാണ് നമ്മൾ ഏത് തരത്തിലുള്ള കുറ്റങ്ങളായിക്കോട്ടെ ക്രിമിനൽ പ്രൊസീജിയർ എവിടെയാണ് നമ്മൾ പഠിക്കുന്നത്? ഇതിലാണ്, ഈ നിയമത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യത്തെ പാർട്ട് എല്ലാത്തിലും കൂട്ട് തന്നെ നമുക്ക് കുറച്ച് ഡെഫിനിഷൻസ് ആണ്. ഡെഫിനേഷൻ പാർട്ടിനകത്ത് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഫസ്റ്റ് പ്രൊവിഷൻ 2 clause Aയിൽ പറയുന്ന ഫസ്റ്റ് പ്രൊവിഷനാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. അതിൽ പറയുന്ന ആദ്യത്തെ ഏരിയ എന്ന് പറയുന്നത് ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസുകൾ എന്ത് ആണ് എന്നുള്ളതാണ്. എന്താണ് ഓഡിയോ വീഡിയോ? അപ്പം സെക്ഷൻ 2ലാണ് പ്രധാനമായിട്ടും എല്ലാ ഡെഫിനിഷൻ പാർട്ടുകളും വിശദീകരണങ്ങളും കൊടുത്തിരിക്കുന്നത്. എന്താണ്? എക്സ്പ്ലനേഷൻസ് കൊടുത്തിരിക്കുന്നത് എവിടെയാണ്? സെക്ഷൻ 2. Aയിൽ ആദ്യം പറയുന്നതാണ് എന്താണ് ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇതെല്ലാം കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകളായിരിക്കും. എന്താണ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ആണ് ഫോർ ദി പർപ്പസ് ഓഫ് വീഡിയോ ഒന്നുകിൽ അത് വീഡിയോ കോൺഫറൻസിങ്ങിന് വേണ്ടിയിട്ടുള്ളതോ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ടുള്ളതോ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ, ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഉപയോഗിക്കുന്നതോ സെർച്ച് നടത്തുന്നതിന് വേണ്ടിയോ സീഷർ നടത്തുന്നതിനായിട്ടൊക്കെ ഉള്ള എവിഡൻസിന് വേണ്ടിയിട്ടോ, അത് എന്താണ് ട്രാൻസ്മിഷൻ നടത്താൻ, അത് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കുന്നതിലേക്ക് വേണ്ടിയിട്ടോ. അപ്പോൾ ഈ തരത്തിലൊക്കെ നമ്മൾക്ക് പല തരത്തിൽ നമ്മൾക്ക് ഇത് പർപ്പസായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസുകൾ എന്ന് പറയാം. ഞാനൊരു വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരാളുടെ വോയിസ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഫോട്ടോ എടുത്തു വെച്ചിരുന്നാൽ, ഇതെല്ലാം ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസുകളാണ്. എനിക്ക് മറ്റൊരു സാഹചര്യത്തിൽ ഇത് തെളിവുകളായിട്ട് കൊടുക്കാം, അതെന്തായിട്ട് എവിഡൻസുകളാക്കി കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അപ്പോൾ എന്താണ് ഈ പർപ്പസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മീൻസിലുള്ളതായിക്കോട്ടെ, എന്താണ് ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ പറയുന്ന റൂളുകൾ അനുസരിച്ച് നമുക്കിത് തെളിവുകളായിട്ട് സമർപ്പിക്കാൻ പറ്റുന്നതാണെങ്കിൽ, പണ്ട് കാലത്ത് എന്ന് പറയുമ്പോൾ ഈ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസുകൾ എന്നൊക്കെ പറയുന്നത് അതിന് മുമ്പ് എങ്ങനെയായിരുന്നു? തെളിവുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് എന്ത് കാര്യങ്ങളും വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഷൂട്ട് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഒരുപാട് തെളിവുകൾ എന്ന് പറയുന്നത് CCTV ഫുട്ടേജുകളൊക്കെ വഴിയല്ലേ കിട്ടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അതിനെക്കാട്ടിലുപരി, പണ്ട് കാലത്തെക്കാട്ടിലുപരി കുറച്ചും കൂടി നമ്മൾക്ക് എവിഡൻസുകൾ കൃത്യമായിട്ട് എടുക്കാം. അപ്പോൾ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസുകൾ എന്ന് പറയുന്നത് ഈ തരത്തിൽ തെളിവുകളായിട്ട് ഉപയോഗിക്കാവുന്നതോ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളൊക്കെ പറയുന്ന റൂൾ അനുസരിച്ച് അതനുസരിച്ച് എങ്ങനെയായിരിക്കണം മറ്റ് പർപ്പസുകൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതോ ആയിരിക്കണം എന്നുള്ളതാണ്. അടുത്തതാണ് എന്താണ് ഡെഫിനിഷൻസും നമുക്ക് വേണ്ട. അടുത്തതാണ് 2Cയിൽ പറയുന്ന ബെയിലബിൾ ഒഫൻസ്. ബെയിലബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാമ്യമാണ്. ജാമ്യം കിട്ടുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ BNSSൻ്റെ ഭാരതീയ ന്യായ സംഹിതയുടെ ഷെഡ്യൂൾ, അതിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂൾ, 2 ഷെഡ്യൂളുണ്ട്, അതിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂളിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഷെഡ്യൂളിനകത്താണ് ചില കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പറയും. ഫസ്റ്റ് ഷെഡ്യൂൾ പറയുന്ന കുറ്റകൃത്യങ്ങൾ എന്ന് പറഞ്ഞാൽ BNS പ്രകാരമുള്ള കുറ്റകൃത്യങ്ങളാണ്. അപ്പോൾ BNSൻ്റെ സെക്ഷൻ അനുസരിച്ച് പറയും. ആ സെക്ഷൻ അനുസരിച്ച് എന്താണ്, ഓരോ സെക്ഷൻ അനുസരിച്ചും അത് ബെയിലബിൾ ആണോ, നോൺ ബെയിലബിൾ ആണോ, കൊഗ്നൈസബിൾ ആണോ, നോൺ കൊഗ്നൈസബിൾ ആണോ, ഏത് മജിസ്ട്രേറ്റ് ട്രയൽ ചെയ്യണം എന്നൊക്കെയുള്ളതാണ് അതിൻ്റെ ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കുറ്റകൃത്യം ബെയിലബിൾ ആണെങ്കിൽ ദാറ്റ് ഒഫൻസ് ഈസ് എ ബെയിലബിൾ ഒഫൻസ് എന്നുള്ളതാണ്. ഇനി രണ്ടാമത് ഇനി ഓക്കെ, അറ്റ് ദ സെയിം ടൈം നോൺ ബെയിലബിൾ ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, ആ ഫസ്റ്റ് ഷെഡ്യൂൾ അനുസരിച്ച്, ഷെഡ്യൂളുകൾ എന്തിനാണ് കൊടുക്കുന്നത്, വിശദീകരിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾക്ക് എന്താണ് ആ കോഡിനകത്ത്, നിയമത്തിൻ്റെ പ്രൊവിഷൻസിനകത്ത്, ഓരോ സെക്ഷനകത്ത് ചില കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ച് പറയാൻ പറ്റണം എന്നില്ല. അപ്പോൾ അങ്ങനെ വിശദീകരണങ്ങൾ കൂടുതൽ ആവശ്യമുള്ള സ്ഥലത്താണ് ഷെഡ്യൂളുകൾ പറയുന്നത്. ഫസ്റ്റ് ഷെഡ്യൂളിനകത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ആക്ട് എടുത്ത് നോക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങളത് ബുക്ക് നോക്കിയാൽ മതി. ആക്ടിൻ്റെ ബാക്കിലായിട്ട് ഷെഡ്യൂളിനകത്ത് ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്താണ്, BNS അനുസരിച്ച് അതിൻ്റെ സെക്ഷൻസും, അത് ബെയിലബിൾ ആണോ, നോൺ ബെയിലബിൾ ആണോ, കൊഗ്നൈസബിൾ ആണോ, നോൺ കൊഗ്നൈസബിൾ ആണോ, ഏത് തരത്തിലുള്ളതാണ്, അല്ലെങ്കിൽ എന്താണ്, ഏത് മജിസ്ട്രേറ്റ് ആണ്, ഏത് കോടതിയാണ് ട്രയൽ ചെയ്യേണ്ടത് എന്നുള്ള വിശദീകരിച്ച് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. നോൺ ബെയിലബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഷെഡ്യൂൾ അനുസരിച്ച് ജാമ്യം കിട്ടാത്ത തരത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ്. അടുത്തതാണ് കൊഗ്നൈസബിൾ ഒഫൻസുകൾ. ഇനി അങ്ങോട്ട് കേൾക്കാൻ പോകുന്ന BNSSൽ നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരുപാട് കുറ്റകൃത്യങ്ങൾ, ഇത് തന്നെ നമ്മൾ BNSലും കേട്ടിട്ടുണ്ട് കൊഗ്നൈസബിൾ കേസ് ആണ് എന്ന്. അപ്പോൾ കൊഗ്നൈസബിൾ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലീസ് ഓഫീസറിന് ഫസ്റ്റ് ഷെഡ്യൂൾ പ്രകാരം എന്താണ്, വാറണ്ട് ഇല്ലാതെ അറസ്റ്റ്, വിത്തൗട്ട് വാറണ്ടാണ്. അപ്പോൾ കൊഗ്നൈസബിൾ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് 2ൻ്റെ ജിയിലാണ് പറയുന്നത്. ഓർത്തിരിക്കണം, 2ൻ്റെ ജിയിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അറസ്റ്റ് വിത്തൗട്ട് വാറണ്ടാണ്. പോലീസ് ഓഫീസറിന് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറ്റകൃത്യങ്ങളാണെങ്കിൽ, അപ്പോൾ ഒരാളെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ തരത്തിലുള്ള കുറ്റകൃത്യം എന്തായിരിക്കും, കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ളതായിരിക്കും, സീരിയസ് ആയിട്ടുള്ള നേച്ചറിലുള്ള കുറ്റകൃത്യമായിരിക്കും. അതാണ് കൊഗ്നൈസബിൾ ഒഫൻസ്. അറ്റ് ദ സെയിം ടൈം നോൺ കൊഗ്നൈസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, അത് ഇനി 2ൻ്റെ ഓയിൽ പറയുന്നുണ്ട് എന്താണ് നോൺ കൊഗ്നൈസബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നോൺ കൊഗ്നൈസബിൾ അവിടെ പറയുമ്പോഴത്തേന് വാറണ്ടും കൊണ്ട് വന്നാലേ അറസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, വാറണ്ട് വേണം. അപ്പോൾ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം ചെയ്ത ആൾ അത്രയും കുറച്ച് സീരിയസ് ആയിട്ടുള്ള കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. ഇവൻ വാറണ്ടൊക്കെ മേടിച്ചുകൊണ്ട് ഇങ്ങ് വരുമ്പോഴത്തേക്കിന് ഇവൻ രാജ്യം വിട്ട് കളയും, തെളിവുകൾ നശിപ്പിച്ച് കളയും. എങ്കിലോ അപ്പം നമുക്ക് അത്രയും ക്ഷമിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ്, അത്രയും സീരിയസ് ആയിട്ടുള്ള നേച്ചറായിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് വാറണ്ട് മേടിച്ചു കൊണ്ട് വരുന്നതിന് മുമ്പേ ഇവനെ അറസ്റ്റ് ചെയ്യേണ്ടത്. അടുത്തതാണ് കംപ്ലൈൻറ്റ്. എന്താണ് പരാതി എന്ന് പറയുന്നത്? കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള അലിഗേഷൻസ് ആയിക്കോട്ടെ, അത് നമ്മൾ വാഗൊണ്ട് പറയുകയോ എഴുതി കൊടുക്കുകയോ ചെയ്യാണ്. ആർക്കാണ് ഈ പരാതി പറയുന്നത്? മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് നേരിട്ട് പരാതി പറയുന്നതിനെയാണ്. അതായത് മജിസ്ട്രേറ്റ് ഈ സംഹിത പ്രകാരം നമ്മൾ പറയുന്ന പരാതിക്ക് അനുസരിച്ച് ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ പറയുന്ന പരാതികളെയാണ് കംപ്ലൈൻറ്റുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ്, നമ്മൾ മറ്റൊരു വ്യക്തിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ആ വ്യക്തിയെ ചിലപ്പോൾ നമുക്ക് നേരിട്ട് അറിയാമായിരിക്കും, അറിയില്ലായിരിക്കാം. എനിവേ എനിക്കിവിടെ സംഭവിച്ചിരിക്കുന്നത്, എനിക്കെന്ന് പറയുന്നത് ഒരു പരാതി പറയാൻ ചെല്ലുന്ന ഒരാൾക്ക് ഒരു ഇഞ്ചുറിയോ ഒരു ഹാമോ ഒരു നഷ്ടമോ സംഭവിച്ച ഒരാളാണ് ചെന്ന് പരാതി പറയുന്നത്. അത് നമ്മൾക്ക് ഇത് ആര് ചെയ്തതെന്ന് നേരിട്ട് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഇങ്ങനെ പറയുന്ന പരാതികളാണ് കംപ്ലൈൻറ്റുകൾ എന്ന് പറയുന്നത്. അടുത്തതാണ് 2ൻ്റെ കെയിൽ പറയുന്നു ഇഞ്ചുറി എന്താണ്. ഇഞ്ചുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചുറി അല്ല, ഇൻക്വയറി എന്നുള്ളതാണ്. മാറിപ്പോയി. എന്താണ് ഇൻക്വയറി? ഇൻക്വയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രയലോ അതർ ദാൻ എ ട്രയൽ കണ്ടക്ട് അണ്ടർ സംഹിത ബൈ മജിസ്ട്രേറ്റ് ഓർ കോർട്ട് എന്നുള്ളതാണ്. ഇൻക്വയറി, ഇൻവെസ്റ്റിഗേഷൻ, ട്രയൽ. ഒരു ക്രിമിനൽ കേസിൻ്റെ 3 പാർട്ടുകളെന്ന് വേണമെങ്കിൽ നമ്മൾക്ക് ഈ കേസ് അഡ്ജൂഡിക്കേഷൻ, ഒരു ക്രിമിനൽ കേസ് എന്ന് പറയുന്നത് ആ കേസ് നടപ്പിലാക്കുന്നത്, ഈ കേസ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്ത് അത് FIR ഒക്കെ എടുത്ത് കേസ് ഇങ്ങ് ഫൈനൽ വിധി വരുന്നത് വരെയുള്ള ആ ഘട്ടത്തിന് നമ്മൾക്ക് 3ആയിട്ട് തരംതിരിക്കാം. ആ 3ാമത്തെ ഘട്ടത്തിനകത്ത് ആദ്യം ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ. രണ്ടാമത്തതാണ് ഇൻക്വയറി.
ഇൻവെസ്റ്റിഗേഷൻ, ഇൻക്വയറി, ദെൻ ട്രയൽ ആണ്. ഓക്കെ, ഈ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് ആര് നടത്തുന്നതാണ്? ഇപ്പോൾ പോലീസ് ഓഫീസേഴ്സാണ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്റ്റ് നടത്തുന്നത്. അവരാണ് തെളിവുകളെല്ലാം എടുത്ത് എവിടെ കൊണ്ട് കൊടുക്കുന്നു? കോടതിയിൽ കൊണ്ട് കൊടുത്താൽ ഈ പ്രഥമ ദൃഷ്ട്യാ തെളിവുകളുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കുന്ന, പ്രൈമാ ഫേഷ്യേ എവിഡൻസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കുന്ന പാർട്ടാണ് ഇൻക്വയറി എന്ന് പറയുന്നത്. ഇൻക്വയറി എന്ന് പറയുന്ന അതർ ദാൻ ട്രയൽ, അതായത് ട്രയൽ അല്ലാത്തതാണ്, കണ്ടക്റ്റഡ് അണ്ടർ ദി സംഹിത ബൈ എ മജിസ്ട്രേറ്റ് ഓർ കോർട്ട് എന്നുള്ളത്. അപ്പോൾ ഏത് കോടതിയോ ഒരു മജിസ്ട്രേറ്റോ ആയിക്കൊള്ളട്ടെ, അപ്പോൾ ട്രയൽ അല്ലാതെ, അതുകൊണ്ടാണ് ഇൻവെസ്റ്റിഗേഷൻ പാർട്ട് പോലീസ് ഓഫീസേഴ്സിൻ്റെ പാർട്ടാണെങ്കിൽ ഈ ഇൻക്വയറിയും ട്രയലുമാണ് ആരുടെ പാർട്ട്? കോടതികളുടെ പാർട്ട് ഇൻവെസ്റ്റിഗേഷനും ട്രയലുമാണ്. അപ്പോൾ ഇതിൽ ഇൻക്വയറി അല്ല, ഇൻവെസ്റ്റിഗേഷൻ അല്ല, ഇൻക്വയറിയും ട്രയലും. ആ ഇൻക്വയറി ട്രയൽ അല്ലാതെയുള്ള മജിസ്ട്രേറ്റ് നടത്തുന്ന പാർട്ടാണ് എന്തെന്ന് പറയുന്നത്? ഇൻക്വയറി. അടുത്ത ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുമുള്ള പ്രൊസീഡിങ്സ് ആണ്. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ആവശ്യമായിട്ടുള്ള എല്ലാ തെളിവുകളും നമ്മൾ സംഘടിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. കളക്ഷൻ ഓഫ് എവിഡൻസ് ആണ്, കണ്ടക്റ്റഡ് ബൈ പോലീസ് ഓഫീസറാണ് ഓർ ബൈ എനി പേഴ്സൺ. അത് അപ്പം മജിസ്ട്രേറ്റ് അല്ലാതെയുള്ള മറ്റേതെങ്കിലും ഒരു വ്യക്തിയോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ തെളിവുകൾ കളക്ട് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? അല്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റ് ഓതറൈസ് ചെയ്യുന്ന മറ്റേതെങ്കിലും ഒരാൾ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇൻവെസ്റ്റിഗേഷൻ എന്ന് വിളിക്കുന്നത്. ദെൻ നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ബാക്കിയാണ് 2Gയുടെ അടുത്ത പാർട്ടാണ് എന്താണ്? നോൺ കോഗ്നൈസബിൾ ഒഫൻസ്. നോൺ കോഗ്നൈസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കേസ് ഒരു പോലീസ് ഓഫീസറിൽ, അപ്പോൾ ഒരു പോലീസ് ഓഫീസറിന് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്? ഇവിടെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാറണ്ടോടുകൂടി അറസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ അധികാരമില്ലെങ്കിൽ ആ തരത്തിലുള്ള കേസുകളാണ് എന്തെന്ന് വിളിക്കുന്നത്? നോൺ കൊഗ്നൈസബിൾ ഒഫൻസുകൾ. അപ്പോൾ കൊഗ്നൈസബിൾ ഒഫൻസിനകത്ത് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെങ്കിൽ, നോൺ കൊഗ്നൈസബിൾ കേസുകളിനകത്ത് വാറണ്ടോടുകൂടി അറസ്റ്റ് ചെയ്യാൻ പറ്റൂ. അല്ലാതെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വാറണ്ട് ഇല്ലാതെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അടുത്തതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു സെക്ഷനാണ് 2Xൽ പറയുന്ന സമൻസ് കേസ്. എന്താണ് സമൻസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എ കേസ് റിലേറ്റിംഗ് ടു ആൻ ഒഫൻസ് ആൻഡ് നോട്ട് ബീങ് വാറണ്ട് കേസ് അല്ലാത്ത കേസുകളാണ് സമൻസ്. അപ്പോൾ ഇപ്പോൾ 2Xൽ നമ്മൾ അത്രയും മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. എന്താണ് വാറണ്ട് അല്ലാത്ത കേസുകൾ സമൻസ് എന്ന് പറയുമ്പോൾ എന്താണ് വാറണ്ട് കേസ് എന്ന് ആദ്യം അറിയണം. 2Zലാണ് വാറണ്ടിനെ കുറിച്ച് പറയുന്നത്. വാറണ്ട് കേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡെത്ത് പെനാലിറ്റിയോ അതല്ലെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെൻറ്റ് കിട്ടുന്നതോ, അതായത് എങ്ങനെ നോക്കിയാൽ 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടുന്ന തരത്തിലുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും വാറണ്ട് കേസുകളാണ്. അപ്പോൾ വാറണ്ട് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 ഇയർ എബോ, അപ്പം എന്താണ്? എബോ 2 ഇയർ ആണ്. എക്സീഡിങ് ദ ടൈം ഓഫ് 2 ഇയേഴ്സ്, 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും വാറണ്ട് കേസ് ആകുമ്പോൾ അങ്ങനെയാണെങ്കിൽ സമൻസ് എന്തായിരിക്കും? ഈ 2 വർഷത്തിൽ കുറവ്, അപ് ടു 2 ഇയേഴ്സ്. അപ്പം അപ് ടു 2 ഇയേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സമൻസുകളും. ദെൻ ഈ 2 വർഷം കഴിഞ്ഞ് ബിയോണ്ട് 2 ഇയേഴ്സ് ആണെങ്കിലോ, ബിയോണ്ട് 2 ഇയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് വാറണ്ട് കേസുകളും ആയിരിക്കും. കണ്ടോ? അപ്പോൾ വാറണ്ട് കേസിൻ്റെ നേച്ചർ എന്താണ്? കുറച്ചും കൂടെ സീരിയസ് ആണ്, സീരിയസ് നേച്ചർ ആണല്ലോ. കാരണം അത് തന്നെ പറയുന്നുണ്ട്, ഡെത്ത് പെനാലിറ്റി കിട്ടുന്നത്, ഇംപ്രിസൺമെൻറ്റ് എന്ന് പറയുന്നത് ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് കിട്ടുന്നതോ അതല്ല എന്നുണ്ടെങ്കിൽ ഈ 2 വർഷത്തിൽ കൂടുതൽ. അപ്പോൾ തന്നെ നമുക്കറിയാം വാറണ്ട് കേസ് കുറച്ച് സീരിയസ് ആയിട്ടുള്ള നേച്ചറാണ്, കൊഗ്നൈസബിൾ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ സമൻസ് കേസുകൾ എങ്ങനെയാണ്? അത് 2 വർഷം വരെ മാത്രം കിട്ടുന്നതാണ്. അതിനെ നമ്മൾക്ക് ലെസ് സീരിയസ് എന്ന് വേണമെങ്കിൽ പറയാം. അതെന്താണ്? ലെസ് സീരിയസ്, നോൺ കോഗ്നൈസബിൾ. അപ്പോൾ ആ തരത്തിലുള്ള കേസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാറണ്ടും കൊണ്ടുവരണം അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അടുത്ത ഒരാളാണ് ആരാണ്? വിക്ടിം എന്ന് പറയും. വിക്ടിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയാണോ നഷ്ടങ്ങൾ സഹിക്കുന്ന, സഫററാണ്, സഹിക്കുന്ന ആളാണ്. നഷ്ടമാകാം, ലോസോ ഇഞ്ചുറിയോ എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയുടെ പ്രവൃത്തി കൊണ്ടോ ആക്ട് കൊണ്ടോ, പ്രവൃത്തിയില്ലായ്മ ഒമിഷൻ കൊണ്ടോ, പ്രവൃത്തി ഇല്ലായ്മയോ കൊണ്ടോ ആർക്കാണോ നഷ്ടം സംഭവിക്കുന്നത് അയാളെയാണ്. ദാറ്റ് മീൻസ് ഇപ്പം എനിക്കൊരു നഷ്ടം വന്നു കഴിഞ്ഞാൽ ഞാൻ മാത്രം വിക്ടിം എന്ന് പറയാൻ പറ്റത്തില്ല. ഇൻ കേസ് ഇപ്പോൾ ഒരു വിക്ടിം ആയ ഒരാൾ മരിച്ചുപോയി എന്ന് വിചാരിക്കുക, ഒരു ക്രൈമിൻ്റെ ഭാഗമായിട്ട് വിക്ടിം മരിച്ചുപോയി. ആ വിക്ടിം എന്ന് പറയുന്നത് അതോടുകൂടിയല്ല. അപ്പോൾ ആ മരിച്ചുപോയ വ്യക്തിയുടെ പേരൻസും ഗാർഡിയൻസും ആര് തന്നെയാണ്? വിക്ടിംസ് തന്നെയാണ്. ഓക്കെ,
അപ്പോൾ വിക്ടിം ഇൻക്ലൂഡ്സ് ദ ഗാർഡിയൻ അല്ലെങ്കിൽ ഓർ ലീഗൽ ഹെയർസ് ഓഫ് സച്ച് വിക്ടിം. വിക്ടിം എന്ന് പറയുന്നത് ഈ വിക്ടിമിൻ്റെ ആരും കൂടി അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. ലീഗൽ ഗാർഡിയൻസും വരും, അതുപോലെ തന്നെ ലീഗൽ ഹെയർസും അതിനകത്ത് ഉൾപ്പെടുന്നതാണ്. ദെൻ ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട നമ്മളുടെ സെക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഡെഫിനിഷൻ ക്ലോസുകൾ ഇതാണ്. ആദ്യം പറഞ്ഞത് ബെയിലബിൾ ഒഫൻസ് എന്താണ് എന്നുള്ളത്. ബെയിലബിൾ ഒഫൻസ് എന്താണ്, കൊഗ്നൈസബിൾ ഒഫൻസ് എന്താണ്, കംപ്ലൈൻറ്റ് എന്താണ്, ഇൻക്വയറി എന്താണ്, ഇൻവെസ്റ്റിഗേഷൻ എന്താണ്, നോൺ കോഗ്നൈസബിൾ ഒഫൻസ് എന്താണ്, ദെൻ സമൻസ് കേസ്, വിക്ടിം ആരാണ്, വാറണ്ട് എന്താണ്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ് പറയുന്നതെങ്കിൽ ഇനി നമ്മൾ സെക്ഷൻ 30 തൊട്ട് 34 വരെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരുടെ പവറുകളെ കുറിച്ചാണ്. പവേഴ്സ് ഓഫ് സുപ്പീരിയർ ഓഫീസർ, മേലുദ്യോഗസ്ഥന്മാരുടെ അധികാരങ്ങളും അതുപോലെ ആൻഡ് എയ്ഡ് ടു ദ മജിസ്ട്രേറ്റ് ആൻഡ് ദ പോലീസ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ മേലുദ്യോഗസ്ഥന്മാരുടെ അധികാരങ്ങളും മജിസ്ട്രേറ്റിനെയും പോലീസിനെയും പബ്ലിക് പൊതുജനം എപ്പോൾ സഹായിക്കണം എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ മേലുദ്യോഗസ്ഥന്മാരുടെ പവറുകളും അതേപോലെ തന്നെ എയ്ഡ് ടു ദ മജിസ്ട്രേറ്റ് ആൻഡ് പോലീസ്, പോലീസിനും മജിസ്ട്രേറ്റിനും ഒക്കെ സഹായങ്ങൾ അങ്ങോട്ട് കൊടുക്കേണ്ട സാഹചര്യങ്ങൾ 30 തൊട്ട് 34 വരെ നമ്മൾ പറയുന്നു. സെക്ഷൻ 30 പറയുന്നു പവേഴ്സ് ഓഫ് സുപ്പീരിയർ ഓഫീസേഴ്സ് ഓഫ് പോലീസ് എന്ന് പറയുന്നു. അപ്പോൾ പവേഴ്സ് ഓഫ് സുപ്പീരിയർ മേലുദ്യോഗസ്ഥന്മാരുടെ അധികാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്പീരിയർ ഓഫീസർ ഇൻ റാങ്ക് ടു ആൻ ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, മേ എക്സസൈസ് സെയിം പവേഴ്സ് ത്രൂ ഔട്ട് ദ ലോക്കൽ ഏരിയ ടു വിച്ച് ദേ ആർ അപ്പോയിൻറ്റഡ് എന്നുള്ളതാണ്. ഒരു മേലുദ്യോഗസ്ഥന് അദ്ദേഹത്തിൻ്റെ അധികാര പരിധിയിൽ അദ്ദേഹത്തിനുള്ള എല്ലാ പവറും, ആ അധികാരം ഉപയോഗിക്കാനുള്ള എല്ലാ പവറും ആ അധികാര മേഖലയിൽ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നതാണ്. ആ സ്റ്റേഷൻ പരിധിയിലോ അതല്ലെങ്കിൽ ആ ലോക്കൽ ഏരിയയോ ഏതാണോ അവിടെ എന്നുള്ളതാണ്. അടുത്തതാണ് പബ്ലിക് വെൻ ടു അസിസ്റ്റ് മജിസ്ട്രേറ്റ് ആൻഡ്, എപ്പോഴാണ് പൊതുജനം മജിസ്ട്രേറ്റിനെയും പോലീസിനെയും അങ്ങോട്ട് സഹായിക്കേണ്ടത് എന്നുള്ളത്. പൊതുജനങ്ങൾ എപ്പോൾ സഹായിക്കണം എന്നുള്ളതാണ് സെക്ഷൻ 31 പറയുന്നത്. പൊതുജനം ഒന്ന്, എവരി പേഴ്സൺ ഈസ് കണ്ട എവരി പേഴ്സൺ എന്നാണ് പറയുന്നത്. അത് അവിടെ നമ്മൾ എന്തെന്ന് പറയുന്നില്ല, അവിടെ നമ്മൾ പ്രത്യേകിച്ച് ഇവിടെയുള്ള സിറ്റിസൺസ് തന്നെ പറയണം അങ്ങനെയൊന്നുമില്ല. ഏത് വ്യക്തി ആയിക്കൊള്ളട്ടെ, എവരി പേഴ്സൺ ഈസ് ബൗണ്ട് ടു അസിസ്റ്റ് മജിസ്ട്രേറ്റിനെയോ പോലീസിനെയോ അവർക്ക് പോലീസിനും മജിസ്ട്രേറ്റിനും എപ്പോഴാണോ റീസണബിളായിട്ട് ഒരു സഹായം വേണ്ടി വരുന്നത് ആ സമയത്ത് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പം നോക്കിക്കോ, ആ റീസണബിളായിട്ടുള്ള സഹായ സഹകരണങ്ങൾ എപ്പോഴൊക്കെയാണ് ആവശ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഒരു പ്രിസണർ ചാടിപ്പോയി, അതായത് പ്രിവെൻറ്റിംഗ് ദ എസ്കേപ്പ് ഓഫ് എനി അതർ പേഴ്സൺ ഹൂം സച്ച് മജിസ്ട്രേറ്റ് ഓർ പോലീസ് ഈസ് ഓതറൈസ്ഡ് ടു അറസ്റ്റ്. അതായത് മജിസ്ട്രേറ്റോ പോലീസോ അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഉത്തരവിട്ടിട്ടുള്ള ഒരു വ്യക്തി ചാടിപ്പോകാതെ ഇരിക്കാൻ നമ്മൾ സഹായിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതൊക്കെ അറസ്റ്റ് വരുമ്പോൾ നമ്മൾക്കത് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഒരു വ്യക്തിയെ, ഇപ്പോൾ മതീഷിനെ അറസ്റ്റ് ചെയ്യാൻ മതീഷ് ഒരു കുറ്റം ചെയ്തിട്ട് നിൽക്കുകയാണ്, പോലീസ് വരുന്നത് വരെ ഇവനെ ഇവിടെ പിടിച്ചു വെക്കണം. അത് നമ്മൾ നാട്ടുകാരുടെ ചുമതലയാണ്, ജോലിയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ആരെയാണ്, മജിസ്ട്രേറ്റിനെയും പോലീസിനെയും ഹെൽപ്പ് ചെയ്യണം. അത് മാത്രമല്ല, പ്രിവെൻഷൻ ഓഫ് സപ്രഷൻ ഓഫ് എ ബ്രീച്ച് ഓഫ് ദ പീസ്, സമാധാനം തകർക്കുന്ന ഒരു അന്തരീക്ഷം ആരുടെയെങ്കിലും സൈഡിൽ നിന്നുണ്ടായാൽ അത് തടയാൻ നമ്മൾ സഹായിക്കണം. അത് മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള പബ്ലിക് പ്രോപ്പർട്ടികൾക്ക് ഉണ്ടാക്കുന്ന ആരെങ്കിലും, മതീഷന്മാരെ പോലെയൊക്കെയുള്ള ആൾക്കാർ പബ്ലിക് പ്രോപ്പർട്ടികൾക്കൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ തടയണം. ഓക്കെ, ഇനി അത് മാത്രമാണോ? അപ്പോൾ ഈ സാഹചര്യങ്ങളിലെല്ലാം 31 അനുസരിച്ച് പബ്ലിക്കിന് ആരെയൊക്കെ ഹെൽപ്പ് ചെയ്യാം, പോലീസിനെ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിനെയോ അല്ലെങ്കിൽ ഒരുമിച്ചോ ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. 32 അനുസരിച്ച് എയ്ഡ് ടു പേഴ്സൺ അതർ ദാൻ പോലീസ് ഓഫീസർ എക്സിക്യൂട്ടിംഗ് വാറണ്ട് എന്നുള്ളതാണ്. പോലീസ് ഓഫീസർ അല്ലാത്ത വാറണ്ട് നടത്തുന്ന വ്യക്തികൾക്കുള്ള സഹായ സഹകരണങ്ങളാണ്. അപ്പോൾ പോലീസ് ഓഫീസർ അല്ലാത്ത വാറണ്ട് നടത്തുന്ന ആൾക്കുള്ള സഹായമാണ് സെക്ഷൻ 32 അനുസരിച്ച് പറയുന്നത്. ഇപ്പോൾ പോലീസ് ഓഫീസർ അല്ല വാറണ്ടും കൊണ്ടുവന്നിരിക്കുന്നത്, മജിസ്ട്രേറ്റ് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു കോർട്ട് ഓഫീസർ ആയിട്ടുള്ള ഒരാളാണ് വരുന്നതെങ്കിൽ when a warrant is directed to person other than a police, അപ്പോൾ വാറണ്ട് എന്ന് പറയുന്നത് കോടതിക്ക് ഡയറക്ഷൻ കൊടുക്കാം, ആര് ഈ വാറണ്ട് എന്ത് ചെയ്യണം, നടപ്പിലാക്കണമെന്ന് കോടതിക്ക് പറയാമല്ലോ. അപ്പോൾ ഇവിടെ when a warrant is directed to a person other than പോലീസ് ഓഫീസർ അല്ലാതെ മറ്റൊരു കോടതിയിലൊരു ഉദ്യോഗസ്ഥൻ്റെ അടുത്താണ് പറയുന്നത് ഇത് കൊണ്ട് നടപ്പിലാക്കുക എന്ന് പറയുമ്പോൾ ആ വാറണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം,
ആൻഡ് ആക്ടിങ് ഇൻ ദ എക്സിക്യൂഷൻ ഓഫ് വാറണ്ട്. ആ വാറണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അയാൾ അവിടെ ചെല്ലുമ്പോൾ പൊതുജനങ്ങൾ ഈ പറയുന്ന വാറണ്ട് നടപ്പിലാക്കാൻ സഹായിക്കണം, മറ്റേ മതീഷിനെയൊക്കെ പിടിച്ചു കൊടുക്കാൻ സഹായിക്കണം എന്നാണ് പറയുന്നത്. ദെൻ 33 അനുസരിച്ച് പബ്ലിക് ടു ഗീവ് ഇൻഫർമേഷൻ ഓഫ് സർട്ടൻ. ഇനി അടുത്തതാണ് നമ്മളുടെ ചില ചുമതലകളാണ്. പബ്ലിക് എന്ത് ചെയ്യണം? ചില വിവരങ്ങൾ അധികാരികൾക്ക് കൈമാറണം. ഏതൊക്കെയാണെന്ന് നോക്കിക്കോ. അതായത് എവരി പേഴ്സൺ എന്ന് പറയുന്നത് നമ്മൾക്ക് ഇനി പറയുന്ന ചില കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ 100, 103 തൊട്ട് 105 വരെ പറയുന്ന BNSൽ പറയുന്ന ഭാരതീയ ന്യായ സംഹിതയുടെ 103 തൊട്ട് 105 വരെ പറയുന്ന പ്രൊവിഷൻസ്, അതായത് കൾപ്പബിൾ ഹോമിസൈഡ്, മർഡർ, മറ്റേ അത് കഴിഞ്ഞിട്ടൊക്കെ വരുന്ന നെഗ്ലിജൻസ്, അതൊക്കെ റാഷ് ആൻഡ് നെഗ്ലിജൻ്റ് ആയിട്ടുള്ള ആക്ട് അനുസരിച്ച് 111 തൊട്ട് 13 വരെയുള്ളത്, 140 തൊട്ട് 144 വരെ പറയുന്നത്, ദെൻ 147 തൊട്ട് 54, 78 തൊട്ട് 82, 178 തൊട്ട് 182 എന്ന് പറഞ്ഞ് 178 തൊട്ട് 182 വരെ, 189 തൊട്ട് 191 വരെയൊക്കെയുള്ള പ്രൊവിഷൻസിനകത്ത്. അതുമാത്രമല്ല 274 തൊട്ട് 280, 307 സംബന്ധിക്കുന്ന 309 ടു 312, അതുപോലെ തന്നെ 316ൻ്റെ 5, ഈ പറയുന്ന തരത്തിലുള്ള 326 തൊട്ട് 28 വരെ, 330, 132. അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന കുറ്റകൃത്യങ്ങളുമായി ഏതൊക്കെ തരത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ് അത് നമ്മൾ BNSൽ കണ്ടിട്ടുള്ള കുറേ പ്രൊവിഷൻസ് ആണ്. അത് തരത്തിലുള്ള എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അറിവ് നമ്മൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, ഇൻഫർമേഷൻസ് നമ്മൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്തു കൊള്ളണം? നിങ്ങൾ പബ്ലിക് കൺസേൺഡ് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയോ അതിൽ മജിസ്ട്രേറ്റിനെ നിങ്ങൾ അറിയിപ്പിക്കണം. ദെൻ സെക്ഷൻ 34 ഇതാണ് പറയുന്നത്. സെക്ഷൻ 34 പറയുന്നു ഡ്യൂട്ടി ഓഫ് ഓഫീസേഴ്സ് എംപ്ലോയിഡ് ഇൻ കണക്ഷൻ വിത്ത് അഫയേഴ്സ് ഓഫ് വില്ലേജ് ടു മേക്ക് സർട്ടൻ റിപ്പോർട്ട് എന്നുള്ളതാണ്. ഡ്യൂട്ടി ഓഫ് ഓഫീസർമാരാണ്. അതായത് ഗ്രാമത്തിൻ്റെ കാര്യങ്ങൾ സംബന്ധിച്ച്, വില്ലേജിൻ്റെ കാര്യങ്ങൾ സംബന്ധിച്ച് നമ്മൾ നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാർ അവർക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള കർത്തവ്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഡ്യൂട്ടി ഓഫ് ഓഫീസേഴ്സ് എംപ്ലോയിഡ് ഇൻ കണക്ഷൻ വിത്ത് അഫയേഴ്സ് ഓഫ് വില്ലേജ്. അപ്പോൾ വില്ലേജിൻ്റെ ഗ്രാമങ്ങളുടെ ചില പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ചില റിപ്പോർട്ട് കൊടുക്കാൻ, അവർക്ക് റിപ്പോർട്ടുമായി സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എവരി ഓഫീസർ എംപ്ലോയിഡ് ഇൻ കണക്ഷൻ വിത്ത് അഫയേഴ്സ് ഓഫ് എ വില്ലേജ്. അപ്പോൾ ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥനാണോ ഒരു വില്ലേജിൻ്റെ അഫെയറുമായി കണക്റ്റഡ് ആയിട്ടുള്ളത് ആ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ ആൻഡ് എവരി പേഴ്സൺ, അത് മാത്രമല്ല എവരി പേഴ്സൺ, ആ വില്ലേജിൽ താമസിക്കുന്ന ഏതൊരു വ്യക്തിയും ഇതിനാൽ എന്ത് ചെയ്യണം? നിയറസ്റ്റ് മജിസ്ട്രേറ്റിൻ്റെ അടുത്തോ ആ സ്റ്റേഷൻ്റെ ചാർജുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയോ ഇനി പറയുന്ന ചില ഇൻഫർമേഷൻസ് ധരിപ്പിക്കണം. അപ്പോൾ ഈ ഒരു ഗ്രാമത്തിൻ്റെ ചുമതലയുള്ള പോലീസ് ഓഫീസർമാരെടുത്ത് നമ്മൾ പറയാനുള്ള ചില ഇൻഫർമേഷൻസ് ആണ് കൊടുക്കുന്നത്. ഒന്ന്, ദ പെർമനൻ്റ് അല്ലെങ്കിൽ ടെമ്പററി റെസിഡൻസ് ഓഫ് എനി നൊട്ടോറിയസ് റിസീവർ അല്ലെങ്കിൽ വെൻഡർ ഓഫ് സ്റ്റോളൻ പ്രോപ്പർട്ടി ഇൻ നിയർസ്. അപ്പം നമ്മളുടെ ഗ്രാമത്തിൽ മതീഷിനെ പോലെയുള്ള നൊട്ടോറിയസ് ആയിട്ടുള്ള സ്റ്റോളൻ പ്രോപ്പർട്ടികൾ ഡീൽ ചെയ്യുന്ന ഒരാൾ കുറച്ച് നാളായിട്ട് ഇവിടെ വന്ന് താമസിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും അടുത്തുള്ള മജിസ്ട്രേറ്റിനെയോ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ ചാർജുള്ള അവിടെയുള്ള ഓഫീസറിനെ വിളിച്ച് വിവരം അറിയിപ്പിക്കുകയോ അവിടെ ചെന്ന് വിവരം പറയുകയോ ചെയ്യേണ്ടതാകുന്നു. ഒന്ന്. അതുമാത്രമല്ല ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആ ഒരു പരിധിയിൽ ആ വില്ലേജിൽ നമ്മൾക്ക് നേരിട്ടറിയുകയോ അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കത്തക്ക കാരണങ്ങളോ ഉണ്ട് ഒരു മോഷ്ടാവ്, ഒരു എസ്കേപ്ഡ് കൺവിക്റ്റ്, അല്ലെങ്കിൽ പ്രൊക്ലെയിംഡ്, പിടികിട്ടാ പുള്ളി ഇവന്മാരൊക്കെ വന്ന് താമസിക്കുന്നുണ്ട് എന്നെങ്കിൽ നമ്മൾക്ക് നേരിട്ടറിവുള്ളതോ അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന ഇങ്ങനെയുള്ള ആൾക്കാരാണ് അവർ എന്ന് വിശ്വസിക്കത്തക്കതായ കാരണങ്ങളുണ്ടെങ്കിൽ നമ്മൾ വിവരം അറിയിപ്പിച്ച് കൊടുക്കണം. അടുത്തതാണ്, ഇനി നമ്മുടെ വില്ലേജിൻ്റെ അടുത്ത് ഏതെങ്കിലും തരത്തിലുള്ള നോൺ ബെയിലബിൾ ഒഫൻസുകളോ 189, 191 ഒക്കെ അനുസരിച്ച് സെക്ഷൻ 189, 191 BNS ഒക്കെ അനുസരിച്ച് ഈ തരത്തിൽ കുറ്റകൃത്യങ്ങൾ നോൺ ബെയിലബിൾ ആയിട്ടുള്ള ഒഫൻസുകളൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് ചെന്ന് പറഞ്ഞു കൊടുക്കാം. അതുമാത്രമല്ല നമ്മളുടെ വില്ലേജിൻ്റെ പരിധിയിൽ എവിടെയെങ്കിലും ഒരു അൺനാച്ചുറൽ ഡെത്തോ അതല്ല എന്നുണ്ടെങ്കിൽ നാച്ചുറൽ ഡെത്ത് അല്ല, സംശയിക്കത്തക്ക സാഹചര്യങ്ങളിൽ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള കോപ്സുകൾ, ശവശരീരങ്ങളോ അങ്ങനെ ബോഡി പാർട്ടുകളോ ഒക്കെ കിട്ടുന്നെന്നുണ്ടെങ്കിൽ, അത് മാത്രമല്ല ഈ സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ആരെങ്കിലും സംശയം തോന്നുന്നു എന്നുണ്ടെങ്കിൽ, അതല്ല ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ആരെയുമെങ്കിലും ഒക്കെ കാണാതാകുന്നൊക്കെ ഉണ്ടെന്നൊക്കെ അവിടെ റീസണബിൾ സസ്പിഷനൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ
അതൊരു നോൺ ബെയിലബിൾ ഒഫൻസ് ആണെന്നും ഇവിടെ സംഭവിച്ചിരിക്കുന്ന നാച്ചുറൽ ഡെത്ത് അല്ല എന്നും ഈ മരണത്തിൽ സംശയമുണ്ടെന്നും അങ്ങനെ ഇതല്ല പെട്ടെന്നൊരാളെ കാണുന്നില്ല എന്നൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും അറിയിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. അതുമാത്രമല്ല ഈ ഇൻറ്റൻഷൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടത്തുകയോ നടത്താനുള്ള ഇൻറ്റൻഷൻ ഉണ്ട് എന്നുണ്ടെങ്കിലോ അതല്ലെങ്കിൽ അത് ഇന്ത്യക്കകത്തോ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന മറ്റ് സ്ഥലങ്ങളിലോ ഇത് നടത്താനുള്ള ഉദ്ദേശമോ അല്ലെങ്കിൽ ഇൻറ്റൻഷനൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഇതാണ് സെക്ഷൻസ് 103, 105, 111 ഈ പറയുന്ന സെക്ഷൻസൊക്കെ അനുസരിച്ച് അങ്ങനെയുള്ള ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ആർക്കെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾക്കറിയാമെങ്കിൽ അതും ഈ പറയുന്ന ആൾക്കാരോടത്ത് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ്. ഇനി മാത്രമല്ല ഏത് മാറ്റർ ആയിക്കൊള്ളട്ടെ, അതായത് പ്രിവെൻഷൻ ഓഫ് ക്രൈം ഫോർ ദ സേഫ്റ്റി ഓഫ് പേഴ്സൺ ഓർ പ്രോപ്പർട്ടി റെസ്പെക്ടിങ് വിച്ച് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ബൈ ജനറൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ഓർഡർ മെയ്ഡ് വിത്ത് പ്രീവിയസ് സാങ്ഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാസ് ഡയറക്റ്റഡ് ഹിം ടു കമ്മ്യൂണിക്കേറ്റഡ് ഇൻഫർമേഷൻ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ മെയിൻ്റനൻസ് ഓഫ് അഫക്ട് ദ മെയിൻ്റനൻസ് ഓഫ് ഓർഡർ ഓർ ദി പ്രിവെൻഷൻ ഓഫ് ക്രൈം ഓർ ദ സേഫ്റ്റി ഓഫ് ദ പേഴ്സൺ എന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സേഫ്റ്റിയോ അതല്ല എന്നുണ്ടെങ്കിൽ മെയിൻ്റനൻസോ അതല്ലെങ്കിൽ പ്രോപ്പർട്ടി പ്രൊട്ടക്ഷനോ അതൊക്കെ ആയിട്ട് സംബന്ധിക്കുന്ന ആ തരത്തിലുള്ള ഏതെങ്കിലും ഉത്തരവുകൾ നിലനിൽക്കുകയും അത് തകർക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ആരുടെ കയ്യിലെങ്കിലും വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ വിളിച്ച് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സെക്ഷൻ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടില്ല. നമ്മൾക്ക് വളരെ കുറച്ച് കാര്യങ്ങളെ നമ്മൾക്കിതിൽ പറയാനുള്ളൂ. ഇതിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനിഷൻസ് പാർട്ട് തൊട്ടാണ്. ഡെഫിനിഷൻ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ് തൊട്ട് തുടക്കുന്ന സെക്ഷൻ 2ൻ്റെ A തൊട്ട് 2ൻ്റെ A, C, അതുപോലെ തന്നെ A തൊട്ട് വളരെ കുറച്ച് സെക്ഷൻസാണ് Z വരെയുള്ള. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നോക്കേണ്ടത് കോഗ്നൈസബിൾ ഒഫൻസ് എന്താണെന്ന് നോക്കുക, സമൻസ് കേസ് എന്താണ്, വാറണ്ട് കേസ് എന്താണ്, ഓക്കെ, ഇൻക്വയറി എന്താണ്, കംപ്ലൈൻറ്റ് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും കുറച്ചും കൂടെ കൂടുതലായിട്ട് നമ്മൾ നോക്കേണ്ടത്. അത് കഴിഞ്ഞാൽ നമ്മൾ പോയ കാര്യങ്ങൾ പ്രൊവിഷൻ സെക്ഷൻ 36 മുതൽ സെക്ഷൻ പിന്നീട് നമ്മൾ കണ്ടത് എത്രയാണ് 30 തൊട്ട് 34 വരെയുള്ള പ്രൊവിഷൻസ് ആണ് പിന്നീട് നമ്മൾ കണ്ടത്. ആ പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 തൊട്ട് 34 വരെ സുപ്പീരിയർ ഓഫീസർമാർ മേലുദ്യോഗസ്ഥന്മാർക്ക് അവരുടെ അധികാരങ്ങളും പോലീസിനെയും മജിസ്ട്രേറ്റിനെയൊക്കെ പബ്ലിക് ഏതൊക്കെ സാഹചര്യങ്ങളിൽ എങ്ങനെയൊക്കെ സഹായിക്കണം എന്നുള്ള വിവരങ്ങളുമാണ് നമ്മൾ കണ്ടത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാലൻസ് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ വളരെ പെട്ടെന്ന് മനസ്സിലാകുന്നത് വളരെ പെട്ടെന്ന് തീരുന്നതുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഭാരതീയ ന്യായ സംഹിത. ഇത് പറയുന്നത് BNSS, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഓക്കെ, അപ്പോൾ അത് കേൾക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാവുന്നതാണ്. ശരി.